സമസ്തയെയും പാണക്കാട് കുടുംബത്തെയും തെറ്റിക്കാൻ പലരും ശ്രമിക്കുന്നതായി സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. സമസ്തയും പാണക്കാട് കുടുംബവും ഒരു ശരീരവും മനസ്സുമാണ്. അതിനെ തമ്മിൽ തെറ്റിക്കാൻ സാധിക്കില്ല എന്നും ലീഗിന്റെ ശക്തി സമസ്തയും സമസ്തയുടെ ഊർജം മുസ്ലിം ലീഗുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ സൗഹൃദമാണ് മഹലുകളിലും ആവശ്യം. ഇതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ഇതിന് വീഴ്ച വരുത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു. അനൈക്യത്തിന് ശ്രമിക്കുന്നവരോട് കൂട്ടുകൂടാതിരിക്കണമെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. ഞാനത് നിഷേധിക്കട്ടെ പറഞ്ഞോ അങ്ങനെ അനുവാദം മേടിച്ചെന്ന് പറഞ്ഞു. അദ്ദേഹം പറയുന്നത് കേരളത്തിൽ അധികാരത്തിലേക്ക് ലോക്സഭ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് നാലാം തീയതി പ്രസിഡന്റ് കേരളത്തിൽ നല്ലൊരു വിജയം UDF ലോക്സഭ ആ ട്രെൻഡ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് UDF തന്നെ കേരളത്തിൽ പ്രാപ്തനായ നേതാവുള്ള വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹത്തെ തുടർന്ന് അദ്ദേഹം നിർവഹിക്കട്ടെ. ബാക്കിയുള്ള ചുമതലയിലും അദ്ദേഹത്തെ പാർട്ടി പാണക്കാട് കുടുംബം എന്ന നേതൃത്വത്തിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ലെന്നും ലീഡർഷിപ്പ് കൊടുക്കൽ പാണക്കാട് കുടുംബത്തിന് മാത്രമേ സാധിക്കൂ എന്നും അത് ഒരു അനുഗ്രഹമാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ശിഥിലീകരണം ആഗ്രഹിക്കുന്നവരാണ് ഐക്യത്തിന് തുരങ്കം വെക്കുന്നത്. ഐക്യം നിലനിർത്താൻ പാണക്കാട് കുടുംബത്തെ നേതൃത്വത്തിന് കോട്ടം വരാൻ പാടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ കുറെ നാളുകളായി മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായിരുന്ന ഒന്നായിരുന്നു സമസ്തയും ലീഗും തമ്മിലുള്ള വിള്ളൽ. എന്നാൽ ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സ്നേഹവിരുന്നിൽ ജിഫ്രി മുത്തുക്കോയ പങ്കെടുത്തതോടുകൂടി സമസ്തയും ലീഗും തമ്മിലുള്ള വലിയ അകൽച്ച എന്ന വാർത്തയ്ക്ക് വിരാമമാവുകയാണ്. അവർ തമ്മിലുള്ള പോരാട്ടം എന്ന വാർത്തകൾ മഞ്ഞുപോലെ ഉരുകി ഇല്ലാതെയാവുകയാണ്.